അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, എല്ലാം എൻ്റെ സൃഷ്ടികളാണ്, അവർ എൻ്റെ കുടുംബമാണ്. മാത്രമല്ല പടച്ചറബ് പറഞ്ഞൊരു വാചകം അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ലൻ തുഅ്മിനൂ ഹത്താ തറാഹം. നിങ്ങൾ ഈ പരസ്പര സ്നേഹവും പരസ്പര സഹകരണവും പ്രകടിപ്പിക്കാതിരുന്നാൽ നിങ്ങൾ ശരിക്കും മുഅ്മിനീങ്ങളല്ല. ഒരു മുഅ്മിനിന്റെ പ്രധാന ലക്ഷണം മറ്റുള്ളവരോടൊരു സ്നേഹവും അലിവും കാരുണ്യവും പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി നേരിട്ട് പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ മുഅ്മിനീങ്ങളല്ല. അപ്പോൾ സ്വഹാബത്ത് തിരിച്ചൊരു മറുപടി പറഞ്ഞു. എന്താണ് അവർ പറഞ്ഞ മറുപടി? അള്ളാഹുവിന്റെ പ്രവാചകരെ, കുല്ലുനാ റഹീം, ഞങ്ങളൊക്കെ എല്ലാവരോടും നല്ല നിലക്ക് സ്നേഹവും കാരുണ്യവും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ അവരെ വിളിച്ചിട്ട് തിരുത്തി കൊടുത്തു. ലൈസ ബി റഹ്മത്തി അഹദിക്കും സാഹിബഹു, നിങ്ങൾ ആൾക്കാരോട് കാണിക്കുന്ന കാരുണ്യമല്ല വിഷയം. നിങ്ങളെ മക്കളോട് നിങ്ങൾ കരുണ കാണിക്കും, നിങ്ങളുടെ ആൾക്കാരോട് നിങ്ങൾ കരുണ കാണിക്കും, അതല്ല വിഷയം. അതെല്ലാവരും ചെയ്യും, അവനവന്റെ മക്കളോട്. അപൂർവം ചില ക്രൂരന്മാർ മാത്രമേ മറിച്ചുണ്ടാവുള്ളൂ. പരിശുദ്ധ തിരുദൂതർ പറഞ്ഞു, വലാകിന്നഹാ റഹ്മത്തുൽ ആമ്മ, എല്ലാവരോടും സ്നേഹം. നാട്ടുകാരനോ മറുനാട്ടുകാരനോ ജാതിക്കാരനോ പാർട്ടിക്കാരനോ ഒരു നോട്ടവും വേണ്ട. ഇങ്ങനെ പറഞ്ഞ ഒരു വിശ്വപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പഠിച്ച ആ ഒരു പാരമ്പര്യമാണ് ശരിക്കും നമ്മൾ ഈ ചെയ്യുന്നത്. ഇതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ഞാൻ വളരെ ചുരുക്കി പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ, വേറെ കാര്യത്തിലേക്കൊന്നും പോകുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷം ഉണ്ടായ സമയം ഹിറാ ഗുഹയിൽ പരിശുദ്ധ ഖുർആൻ അവതരിച്ചപ്പോൾ പരിശുദ്ധ പ്രവാചകർക്ക് അതിന്റെ ഗാംഭീര്യം താങ്ങാൻ പറ്റിയില്ല. എന്താണ് അതിന്റെ കാരണം? ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയൻ മുതശദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പർവ്വതത്തിൽ കൊണ്ടുപോയി അള്ളാഹു ഖുർആൻ ഇറക്കിയാൽ ഖുർആൻ തകരും. അത് അള്ളാഹു പറഞ്ഞത്, തർക്കമൊന്നും വേണ്ട. അങ്ങനത്തെ ഖുർആൻ പെട്ടെന്ന് കുറെ ആയത്തുകൾ കിട്ടിയപ്പോൾ നബി തങ്ങൾ പതറി, പനിച്ചു, വിഷമിച്ചു. നേരെ ഇറങ്ങി വന്ന് തന്റെ ഭാര്യയോട് സങ്കടം പറഞ്ഞു, ഖദീജ ബീവിയോട്. ഖദീജ ബീവി ധൈര്യത്തിൽ ഒരു വാക്ക് പറഞ്ഞു. അവര് നബി തങ്ങളെ കൂടെ ജീവിച്ച് കാര്യങ്ങൾ പഠിച്ചാണ്. അവര് പറഞ്ഞു, വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, പടച്ച റബ്ബ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിഷമമേ വരുത്തൂല, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവൂല. എന്തുകൊണ്ട് എന്ന് മഹദി വ്യക്തമാക്കുന്നുണ്ട്. ആ വ്യക്തമാക്കുന്നത് മുഴുവൻ നിങ്ങളിവിടെ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചപ്പോൾ പറഞ്ഞ സേവനമാണ്, ജനസേവനമാണ്. എന്താണ് മഹദി പറഞ്ഞത്? ഇന്നക ലതസിലുർ റഹിമ, നിങ്ങൾ ശരിക്കും കുടുംബ ബന്ധം ചേർത്തി നിർത്തുന്ന ആളാണ്. വതഹ്മിലുൽ കല്ല, ഭാരങ്ങൾ ബുദ്ധിമുട്ടി നിൽക്കുന്നവന്റെ പ്രയാസങ്ങൾ നീക്കുന്നയാളാണ്. വളരെ വ്യക്തമാണ് പറയുന്നത്. നിങ്ങൾ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആളുകളെ സഹായിക്കും. വതക്സിബുൽ മഅദൂം, ഇല്ലാത്തവന് വേണ്ടി നബി തങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പാവപ്പെട്ട ഒരാൾക്ക് വേണ്ടതൊക്കെ ചെയ്തു. വതുഈനു അലാ നവായിബിൽ ഹഖ്, ഒരുപാട് കാര്യം പറയുന്നത്. തുഈനു അലാ നവായിബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ അതിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് 3 കാര്യങ്ങളാണ്. അതായത് 3 രീതിയിൽ. ഇസ്ആഫുൻ വ മുസാഅദത്തുൻ ബിൽ മാലി വൽ ജാഹി വൽ ബദനി, അതാണ് ഇവിടെ വേണ്ടത്. ഇസ്ആഫ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ നിങ്ങൾക്കറിയാം? നിങ്ങൾ ശരിക്കും ആംബുലൻസ് എഴുതിച്ചുകൊണ്ടുണ്ടോ? ഇസ്ആഫ്, ആംബുലൻസ് എന്നതിന്റെ. ആംബുലൻസ് എപ്പോഴാണ് വരിക? ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് വരിക. അപ്പൊ പ്രതിസന്ധി നേരിടുന്ന ഒരു മനുഷ്യന് ആംബുലൻസ് ആവുക നമ്മൾ അവിടെ ഓടിയെത്തി അതിന് വേണ്ടത് കൈത്താങ്. ഒരു വ്യക്തി വീണ് കിടക്കുമ്പോൾ അല്ലെങ്കിൽ പ്രയാസപ്പെടുമ്പോൾ ബുദ്ധിമുട്ടുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ചേർത്ത് നിൽപ്പ്, ഇസ്ആഫും മുസാഅദത്തും. ഇത് രണ്ടും എങ്ങനെ? 3 രീതിയിൽ. ബിൽ മാലി വൽ ജാഹി വൽ ബദനി. ആ 3 കൂട്ടർ ഇവിടെ ഉണ്ടാവും, അവിടെ ഉണ്ടാവും. ബിൽ മാൽ എന്ന് പറഞ്ഞ സമ്പത്ത് കൊണ്ട് നമുക്ക് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. വൽ ജാഹ്, പദവി, ഗവൺമെന്റിൽ ഏൽപ്പിച്ച പദവിയോ ജനങ്ങളെ ഏൽപ്പിച്ച പദവി, പള്ളി പ്രസിഡന്റ് ആണെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും കോർപ്പറേഷന്റെ അധ്യക്ഷനാണെങ്കിലും ആരാണെങ്കിലും ആ പദവി വെച്ചിട്ട് പലതും ചെയ്യാൻ കഴിയും. കയ്യിലുള്ള പണം കൊണ്ടോ തന്റെ പദവി കൊണ്ടോ. വൽ ബദൻ, ഒന്നുമില്ല, പൈസയും കയ്യിലില്ല, ഒരു സ്ഥാനത്തും എത്തിയിട്ടില്ല, തടിയുണ്ടല്ലോ. ശാരീരികമായ അധ്വാനം കൊണ്ടോ ഇത്തരം കാര്യങ്ങൾക്ക് നൽകുന്ന സഹായം ഒരു മനുഷ്യൻ ചെയ്താൽ ഒരു നിലക്കും ആ മനുഷ്യൻ ഭൂമിയിൽ ബുദ്ധിമുട്ടില്ല. ഒരു ബുദ്ധിമുട്ടും പിന്നെ ഭൂമിയിൽ വരില്ല. അയാളെ കുറിച്ച് കൃത്യമായി പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ ഇതൊന്നും ചെയ്യാതെ നമ്മളെ കയ്യിൽ സമ്പത്തുണ്ട്, സൗകര്യമുണ്ട്, നമ്മളിങ്ങനെ ആനന്ദിച്ച് ജീവിച്ചിട്ട് മനസ്സിന് സമാധാനം കിട്ടും. അങ്ങനെ കിട്ടണമെങ്കിൽ ആർക്കും കിട്ടണം. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ആമസോണിന്റെ ആസ്യത്ര ജെഫ് ബെസോസ് ആണല്ലോ അതിന്റെ തലവൻ. ലോകത്ത് തന്നെ ഏറ്റവും വലിയ ആസ്യമുള്ള ആളാണ്. അയാൾ വിവാഹം കഴിച്ചു.
അയാൾ വിവാഹം കഴിച്ചിട്ട് അയാള് $124 ബില്യൺ. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ 10 ലക്ഷം കോടി രൂപയാണ് അയാളുടെ ആസ്തി. 10 ലക്ഷം കോടി ആസ്തിയുള്ള ആളാണ്. പിന്നെയും അതിങ്ങനെ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വിവാഹം കഴിച്ചു എന്ന് മാത്രമല്ല, ആ വിവാഹം തകർന്നു. തന്റെ ഭാര്യയ്ക്ക് വലിയൊരു തുക കൊടുത്തുകൊണ്ട് അദ്ദേഹം ഭാര്യയെ പിരിച്ചുവിട്ടു. നമ്മൾ മനസ്സിലാക്കണം, മെക്കൻസി എന്ന് പറയുന്ന, മെക്കൻസി സ്കോട്ട് എന്നാണ് അവരുടെ പേര്, നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ കിട്ടും, ചരിത്ര പുസ്തകത്തിൽ വായിച്ചാൽ കിട്ടും. അവര് 1993 വിവാഹബന്ധം ഏർപ്പെടുത്തി. നല്ല പണമുള്ള ആളല്ലേ, എന്തിനാണ് ചെയ്തത്? ആ സ്ത്രീക്ക് വേണമെങ്കിൽ സുഖലോലുപതയോടുകൂടി കൂടെ നിന്ന് ജീവിക്കാമല്ലോ, എന്തേ പറ്റിയില്ല? ആ പണം കൊണ്ട് മാത്രം മനുഷ്യന്റെ മനസ്സിൽ ചാരിതാർത്ഥ്യം കിട്ടൂല. അത് കിട്ടുമെങ്കിൽ അവരത് ചെയ്യൂലല്ലോ. ഇനി വിദ്യാഭ്യാസം, ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു സ്റ്റീഫൻ ഹോക്കിൻസ്. ലോകത്ത് വലിയ സമ്പാദ്യമുണ്ടാക്കി, സാങ്കേതിക വിദ്യയിൽ മികച്ച ആളാണ്. നമ്മുടെ കുട്ടികളൊക്കെ അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കാറുണ്ട്, വീഡിയോ കാണാറുണ്ട്. വലിയ കഴിവുള്ള ആളാണ്. വൈകല്യമുണ്ടെങ്കിൽ അയാൾ 2 വിവാഹം കഴിച്ചു, 2ഉം ഒഴിവായി. ഈ വിവാഹം കഴിച്ച സ്ത്രീകൾക്കൊക്കെ അയാളുടെ ഈ വൈകല്യവും പ്രശ്നങ്ങളും അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. പക്ഷെ ഒരുമിച്ച് പോകാൻ കഴിഞ്ഞില്ല. എന്തേ കാരണം? വിദ്യാഭ്യാസം കൊണ്ടും പണം കൊണ്ടും ഒരു പക്ഷേ കുടുംബം വിജയിച്ചോണമെന്നില്ല. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം വേണ്ട, പണം വേണ്ട എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് മനുഷ്യന് വേണ്ടത് കരുണയാണ്. കാരുണ്യമുള്ള മനുഷ്യന്റെ മനസ്സാണ് ഒരു മനുഷ്യനെ ജീവിതം എന്തെന്ന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു റഹീമുമാണ് റഹ്മാനുമാണെന്ന് പറയുന്നത്. എല്ലാവരോടും നമുക്ക് കഴിയുന്നത്ര കരുണ കാണിക്കാൻ കഴിയണം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനം ഒരു ആരാധനയാണ്. ഖിദ്മത്തുന്നാസ് ഇബാദത്താണ്. ഞാൻ അങ്ങനെ പറയുമ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും, പരത്തി പറയുന്നില്ല. ഒരു പ്രധാനപ്പെട്ട ഹദീസ് ഞാൻ പറഞ്ഞുതരാം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് പറഞ്ഞ ഹദീസ്. പരിശുദ്ധ പ്രവാചകരും സംഘവും പല യാത്രകളും പോകും, തിരിച്ചു വരും. ചില സംഘങ്ങൾ യാത്ര ചെയ്ത് നബി തങ്ങളോട് വന്നിട്ട് ചില കാര്യങ്ങൾ പറയും. ഹദീസിന്റെ കിതാബിൽ ഉദ്ധരിച്ചൊരു സംഭവമുണ്ട്. ഖദിമ നാസും മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരുടെ സ്വഹാബത്തിൽപ്പെട്ട ഒരു ടീം ഒരു ദൗത്യം കഴിഞ്ഞ് തിരിച്ചു വന്നു. ദൗത്യം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരുമ്പോൾ അവർ പ്രധാനമായും നബി തങ്ങളോട് പറഞ്ഞത്, കൃത്യമായി ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവർ യാത്ര കഴിഞ്ഞവർ യുസ്നൂന അലാ സ്വാഹിബിൻ ലഹു, അവരെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ കുറിച്ചാണ് അവര് വല്ലാതെ പുകഴ്ത്തി പറയുന്നത്. ശരിക്കും ശ്രദ്ധിച്ചു നോക്കൂ. ആ സംഘത്തിൽ പോയൊരു മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി 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 പറയാം. അയാളുടെ മധു ഇങ്ങനെ പറയാണ്. എന്തൊക്കെ പറയുന്നത് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ ഹദീസിലുണ്ട്, കാലു മാ റഅയ്നാ മിസ്ല ഫുലാനിൻ ഖത്തു, ഇങ്ങനത്തെ ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്താണ് അയാളുടെ പ്രത്യേകത? അയാളുടെ ക്വാളിറ്റി എന്താണ്? സ്വഹാബത്ത് എല്ലാവരും അഭിപ്രായ വ്യത്യാസമില്ലാതെ നബി തങ്ങളോട് പറയുന്നത്, കാനഫി മസീരിൻ ഇല്ലാ കാനഫി ഖിറാഅത്തിൻ, അയാൾ യാത്ര ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തിലും ഓതിക്കൊണ്ടിരിക്കും ഖുർആൻ, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കും. നല്ല പണിയല്ല. യാത്രയിലാണെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ അയാൾ ഒന്നുകിൽ ഖുർആൻ ഓതും, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലും, ഇബാദത്തിലാണ്. ഞങ്ങൾ അങ്ങനെ അയാളെ കണ്ടു. ഞങ്ങളൊന്നും അങ്ങനെയല്ല, അങ്ങനത്തെ ഒരാളെ കണ്ടിട്ടില്ല. പിന്നെ വലാ നസൽനാ മൻസിലൻ ഇല്ലാ കാനഫി സ്വലാ, എവിടെയെങ്കിലും വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ അപ്പോൾ അയാൾ നിസ്കരിക്കാൻ നോക്കും, സുന്നത്ത് നിസ്കരിക്കും. അങ്ങനെ നിസ്കരിക്കുക, ദിക്ർ നല്ലൊരു മനുഷ്യൻ. അയാളുടെ മഹത്വത്തെ കുറിച്ച് നബി തങ്ങളോട് വല്ലാതെ വിശദീകരിച്ചു. മുത്തുനബി തങ്ങൾ, നിങ്ങൾക്കതിൽ പാഠമുണ്ട്. CS സെന്ററിന്റെ പ്രവർത്തകർക്ക്, പൊതുപ്രവർത്തകർക്ക്, സേവകർക്ക് പാഠമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. മുത്തുനബി തങ്ങൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഖാല ഫമൻ കാന യക്ഫീഹി വൈഅതഹു, അവനിങ്ങനെ ദിക്റും സ്വലാത്തും ചൊല്ലി നടക്കുമ്പോൾ അവന് ഭക്ഷണം വേണ്ടേ, അവന്റെ സാധന സാമഗ്രികൾ സൂക്ഷിക്കണ്ടേ, യാത്രയിൽ അവന്റെ വാഹനം ഒട്ടകമാണെങ്കിൽ ഒട്ടകം എന്താണെങ്കിലും അതിന് ഭക്ഷണം കൊടുക്കണ്ടേ, അവന്റെ മറ്റു കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്തത് എന്ന് ചോദിച്ചു. എല്ലാ സമയത്തും ഇവൻ ദിക്റിലും നമസ്കാരത്തിലുമാണെങ്കിൽ ഇവന്റെ മറ്റു ഭൗതിക കാര്യങ്ങളൊക്കെ ആരാ ചെയ്തു കൊടുത്തത് നബി തങ്ങൾ ചോദിക്കണം. ആ ചോദ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി കൃത്യമാണ്. വമൻകാന യഅലിഫു ദാബതഹു, ആ ഒട്ടകത്തെ പരിപാലിച്ചിരുന്ന ആരാ? മൃഗത്തെ. അവന് യാത്ര ചെയ്യാൻ മൃഗം വേണ്ട, അതിന് വേണ്ടൊക്കെ ചെയ്തു കൊടുത്താൽ വെള്ളം കൊടുക്കണ്ടേ, ഭക്ഷണം കൊടുക്കണ്ടേ, അതൊക്കെ അറിയും. എപ്പോഴും ദിക്റും സ്വലാത്തും ചൊല്ലി ഇരുന്നാൽ ഉടനെ തന്നെ അവർ പറഞ്ഞു കാലു നെഹ്നു, അതൊക്കെ ഞങ്ങളാ ചെയ്യും. അയാൾ നല്ല ദിക്റിലും നല്ല ഇസ്ലാമിക ബോധത്തിലും ജീവിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ അയാൾക്ക് ഹിദ്മത്ത് ചെയ്തു, അയാൾ എല്ലാ കാര്യം ഞങ്ങളെ ഏറ്റെടുത്തു. എന്താ നബി തങ്ങൾ പറഞ്ഞ മറുപടി? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി നിങ്ങൾ മനസ്സിൽ ചില്ലിട്ട് സൂക്ഷിക്കേണ്ടതാ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫകുല്ലുക്കും ഖൈറും മിൻഹു, നിങ്ങളെല്ലാവരും അവനേക്കാളും ഖൈറായ ആൾക്കാരാണ്, അവനേക്കാൾ പ്രതിഫലം നിങ്ങൾക്കാണ്. എന്താ കാരണം? ആ ഒരു നല്ല മനുഷ്യന് വേണ്ട സേവനം നിങ്ങളൊക്കെ ചെയ്തില്ലേ? നബി തങ്ങൾ പറഞ്ഞ വാക്ക് ഫകുല്ലുക്കും ഖൈറും മിൻഹു, ഇത് ഹദീസാണ്, കഥയല്ല.
അവനേക്കാൾ പ്രതിഫലം പടച്ചറബ് നിങ്ങൾക്കാണ് തരിക. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പൊതുസേവനത്തിന്റെ മഹത്വം. ചിലരൊക്കെ ഇപ്പൊ റോഡുണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ, വഴിവെട്ടി കൊടുക്കുന്ന ആളുകൾ, എന്തെങ്കിലുമൊക്കെ നിയമപ്രശ്നങ്ങൾ കുരുക്കിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള പൊതുപ്രവർത്തകരുണ്ട് ഓരോ പ്രദേശത്തും. അവർ ഈ സേവന പ്രവർത്തനം ആരാധനയാണെന്ന് ദീന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിസ്കാരം നോമ്പ് നിർത്തിവെക്കണം എന്നല്ല, അതോടൊപ്പം ഈ പ്രവർത്തനം ചെയ്താൽ വർദ്ധമാനമായ പ്രതിഫലം. എത്ര മതം നിസ്കാരത്തെക്കാളും ദിക്റിനേക്കാളും പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞില്ലേ? അതിനപ്പുറം എന്താ നിങ്ങൾക്ക് വേണ്ടത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മളിവിടെ CSR ഉയർത്തിക്കൊണ്ടുവരിക, അത് അനിവാര്യമായ സംഗതിയാണെന്ന് ബോധ്യപ്പെട്ട കുറെ പൊതുപ്രവർത്തകരാണ് ചെയ്യുന്നത്. ഇതിന് തുല്യമായ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും. ഒരു നീണ്ട യാത്രയിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ, ഞാൻ ഹദീസ് വായിക്കുന്നില്ല, മലയാളം പറഞ്ഞാൽ പെട്ടെന്ന് തീരും. നബിതങ്ങളെ കൂടെ കുറെ ആൾക്കാർ യാത്ര ചെയ്തു. അത് നബിതങ്ങളുണ്ട് ആ സദസ്സിൽ. ആ യാത്ര മറ്റൊരു യാത്ര കഴിഞ്ഞ് വന്ന് പറഞ്ഞ വിവരമാണ്. ഇത് നബിതങ്ങൾ തന്നെ കൂടെ പോയ വിവരമാണ്. നബിതങ്ങൾ തന്നെ കൂടെ പോവാണ്. അങ്ങനെ ഇവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫനസല മൻസൂർ സ്ഥലത്ത് ഇറങ്ങി. അവിടെ ഇറങ്ങിയപ്പോൾ ആ സംഘത്തിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഹദീസ് റിവായത്ത് ചെയ്യുന്ന സ്വഹാബി പറയുന്നുണ്ട്, ഫമിന്ന സ്വായിമൂൻ വൽ മുഫ്തിറൂൻ, ഞങ്ങളെ കൂട്ടത്തിൽ കുറച്ചാൾ നോമ്പ് നോറ്റിട്ടുണ്ട്, കുറച്ചാൾ നോമ്പ് നോക്കാത്തവരുണ്ട്. രണ്ടു കൂട്ടർ ഒരു സ്ഥലത്ത് ഇറങ്ങി വിശ്രമിക്കാൻ വേണ്ടി. എന്നിട്ട് ആ സ്വഹാബി പറയുന്നുണ്ട്, ഫസഖത്ത സ്വായിമൂൻ, നോമ്പ് നോറ്റ ആൾക്കാരൊക്കെ സൈഡായി. ആയിരുന്നു വിശ്രമം. അങ്ങനെയുള്ള നല്ല ചൂടല്ലേ, ഫി യൗമിൻ ഹാരി എന്നൊക്കെ പറയുന്നുണ്ട്. ഹദീസ് ഞാൻ വായിക്കാതിരിക്കാൻ സമയമില്ലല്ലോ. ആ ചൂടുകാലത്തെ ഈ നോമ്പിൽ തളർന്നിട്ട് അവരൊക്കെ ഉറങ്ങി. ബാക്കി മുഫ്തിറൂനുണ്ടല്ലോ, നോമ്പ് നോക്കാത്ത ആൾക്കാർ, അവരെല്ലാവരും എഴുന്നേറ്റു. അവരെല്ലാവരും എഴുന്നേറ്റ് അവര് ടെന്റ് കെട്ടി ആടിനെ അറുക്കാനും പാകം ചെയ്യാനും ഭക്ഷണം ഉണ്ടാക്കാനും ഈ നോമ്പുകാർക്ക് വരെ നോമ്പ് തുറപ്പിക്കാനും അവർക്ക് ഭക്ഷണം എല്ലാ സംവിധാനം അവരുണ്ടാക്കി. നബിതങ്ങൾ ഇതൊക്കെ കണ്ടു നിന്നു. എല്ലാം കണ്ടു നിന്നിട്ട് ആ യാത്രാ സംഘത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? മുത്തുനബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് ഹദീസിലുണ്ട്, റഹബൽ മുഫ്തിറൂനൽ യൗമൽ അജ്ർ, ഇന്നത്തെ കൂലി മുഴുവൻ നോമ്പില്ലാത്തവർ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ എന്താ? അവർ ഈ ചെയ്ത സേവനമാണ് മറ്റുള്ളവരെ നോമ്പിനേക്കാൾ. അവർ കിടന്നുറങ്ങില്ലേ നോമ്പിട്ട്, ഇവർ അധ്വാനിക്കല്ലേ ചെയ്തത്. അപ്പൊ ഇവർ അധ്വാനത്തെ പടച്ചറപ്പ് പരിഗണിച്ചു എന്ന് കരുതി നിങ്ങൾ നോമ്പ് നോൽക്കണ്ട എന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൊതുസേവനത്തിന്റെ പ്രത്യേകതയും പൊതുസേവനത്തിന്റെ പ്രാധാന്യവുമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ ഇതൊക്കെ നമുക്ക് തിരിച്ചിട്ടു. എന്തായാലും പോവല്ലോ. ഇപ്പൊ ഈ പറയപ്പെട്ട അപ്പൊ ജസ്ബസ് ഹൗസ് ആണെങ്കിലും ശരി, നമ്മുടെ ഇന്ത്യ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ വാർത്ത, 60% ഇന്ത്യയുടെ വ്യാപാര വരുമാനം 4-5 കുടുംബങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത് എന്ന് പത്രത്തിൽ ഇന്ന് ഒരു മീഡിയ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ അംബാനിയുണ്ട്, ടാറ്റയുണ്ട്, ബിർളയുണ്ട്, ഇവരൊക്കെ ഉണ്ട്, അദാനിയുണ്ട്, ഒക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ലോകത്ത് സമ്പത്ത് കുന്നുകൂടിയിരിക്കുകയാണ്. അമൃതേശം പറഞ്ഞ പോലെ അവരും ഒരു 6 അടി മണ്ണിന്റെ ഉടമകൾ മാത്രമാണ്. നമ്മളും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്ത് അവരെ മനസ്സിന്റെ ഒരു സന്തോഷവും തേട്ടവും ഉണ്ടെങ്കിൽ നാളെ പരലോകത്ത് നമുക്ക് കിട്ടുന്നത് വലിയ പ്രതിഫലമാണ്. ആ പ്രതിഫലം അത് ആ മുസ്ലിമിന് കൊടുത്താലും കിട്ടും. അതാണ് ഒരു പ്രത്യേകത. ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ആളുകളും ഇത് പഠിപ്പിക്കുന്നുണ്ട്. അവര് പഠിപ്പിക്കുന്ന മഹാഭാരതത്തിൽ ഞാനൊരു സംഭവം വായിച്ചിട്ടുണ്ട്. അപ്പൊ മുസ്ലിം സുഹൃത്തുക്കൾ കൂട്ടത്തിൽ പറയാതിരിക്കാൻ വയ്യല്ലോ. ഞാൻ വായിച്ചത് ഒരുപാട് ഏത് മതത്തിന്റെ ചർച്ചകളിലും ഈ ജീവകാരുണ്യമുണ്ട്. വൃന്ദാവനത്തില് ശ്രീകൃഷ്ണനും ഗോപികമാരും ഇങ്ങനെ സന്തോഷത്തോടെ കഴിയുന്ന സമയത്ത് ഒരു ദിവസം കൃഷ്ണ ഭഗവാൻ പറഞ്ഞു ഇത്രേ ഗോപികമാരോട്, നിങ്ങൾ ചരിത്രം വായിച്ചാൽ കാണാൻ പറ്റും, എല്ലാം പഠിക്കാലോ, നാളെ എനിക്ക് ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഗോപിക ആരാണെങ്കിലും അവരെ കൂടെ ഞാൻ ഒരു ദിവസം പൂർണ്ണമായി കഴിയും. അപ്പൊ ഹൈന്ദവ വിശ്വാസ പ്രകാരം കണ്ണന്റെ അനുഗ്രഹം നേടി ഒരു ദിവസം മുഴുവൻ കൂടെ കഴിയുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അവർക്ക്. അവരെ മതത്തിന്റെ കാര്യമാണ് പറയുന്നത്. അത് നമ്മൾ അവഹേളിക്കേണ്ട, അവരെ വിശ്വാസമല്ലേ. അപ്പൊ എല്ലാവരും ഏറ്റെടുത്തു. ഗോപികാരൊക്കെ പിരിഞ്ഞു പോയി. വീട്ടിലെത്തി ഏറ്റവും നല്ല ഭക്ഷണം ഓരോരുത്തരുണ്ടാക്കി കണ്ണന്റെ ശ്രദ്ധ നേടാൻ, പ്രീതി നേടാൻ അവർ പ്രത്യേകം അധ്വാനിച്ചു. നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നു. അങ്ങനെ രാധ എന്ന് പറയുന്ന വൃന്ദാവനത്തിലെ ഗോപിക കണ്ണന് കൊടുക്കാൻ ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കി ഇങ്ങനെ വരികയാണ്. അതിൽ പറയുന്നുണ്ട്, ഹൈന്ദവ സുഹൃത്തുക്കൾ ആരെങ്കിലും അവർക്ക് അറിയാമായിരിക്കും. വരുന്ന സമയത്ത് ഒരു അമ്മ, ഒരു കൊച്ചുകുട്ടി, ഈ അമ്മ ഈ കുട്ടിയുടെ കരച്ചിലടക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. ഭയങ്കര പ്രയാസം. ഒരു പാത്രത്തിൽ എന്തോ ഉണ്ട്, അത് കോരി കൊടുക്കുകയാണ്. പക്ഷെ കുട്ടി കഴിക്കണില്ല.
കുട്ടി അത് കഴിക്കുന്നില്ല. കുട്ടി അലമുറയിട്ട് കരയാണ്. കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ. രാധമെല്ലാം അടുത്ത് നോക്കി. എവിടുന്നോ എത്രയോ ദിവസം പഴക്കമുള്ള ഉച്ചിഷ്ടം ഈ കുട്ടിയെ തീറ്റാണ്. വേറെ ഒന്നും ഇല്ലായിട്ട്, കയ്യിലൊന്നുമില്ല. പാവം ആരോ വലിച്ചെറിഞ്ഞ ചീഞ്ഞളിഞ്ഞ ചോറ് ഈ കുട്ടിക്ക് വാരി കൊടുക്കാൻ നിവൃത്തിയില്ലല്ലോ. കുട്ടികൾ കരഞ്ഞ് നമ്മൾ കുടുങ്ങിയില്ലേ? നമ്മളെ മക്കൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു പിതാവിന് തൻ്റെ കുട്ടിയുടെ ആവശ്യം നിർവഹിക്കാൻ കഴിയാത്തൊരു ഗതി വന്നാൽ, ഒരു ഉമ്മാക്ക് വന്നാൽ, ഒരു അമ്മക്ക് വന്നാൽ, അത് വല്ലാത്തൊരു സങ്കടം കേട്ടോ. ഇപ്പൊ പലസ്തീനിലൊക്കെ അനുഭവിക്കുന്നില്ല അങ്ങനെ. മരിച്ച ഉമ്മാന്റെ മാറിടത്തിലെ അമ്മിഞ്ഞ പിടിച്ചുകൊണ്ട് കരയുന്ന കുട്ടിയെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് ഈമ്പി കുടിക്കാൻ നോക്കുന്ന കുട്ടി എന്തൊരു സങ്കട. സാമ്രാജ്യത്വ ശക്തികൾ അതൊന്നും നോക്കുന്നില്ലല്ലോ. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അങ്ങനെ രാധ ഇത് കണ്ടപ്പോ മനസ്സലിഞ്ഞു. കണ്ണന് കൊണ്ടുപോയി കൊടുക്കുന്ന ഈ ചോറ് ഈ കുട്ടിക്കാണ് ഇപ്പൊ ആവശ്യം എന്ന് മനസ്സിലാക്കി ആ ചോറവിടെ കൊടുത്തു. രാധ വന്നപ്പോ ഈ അമ്മ ഈ ചോറ് കുട്ടി തിന്നുന്നില്ല എന്ന് കരുതി രാധ അവിടെ നിർത്തിയിട്ട് അമ്മ പോയിരുന്നു. അങ്ങനെ ഈ ചോറ് ഈ കുട്ടി ആർത്തിയോടെ തിന്നു. ഇനി ഒന്നുമില്ല. തിന്നു കഴിഞ്ഞപ്പോ കണ്ണന് കൊടുക്കാനില്ല, കണ്ണന്റെ സ്നേഹം പറ്റാനും വഴിയില്ല. നല്ല ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞത് അത് ഈ കുട്ടിക്ക് കൊടുത്തു സങ്കടം കൊണ്ട്. അപ്പോഴാണ് ഈ അമ്മ എവിടുന്നോ സംഘടിപ്പിച്ച ഒരു പാത്രത്തിൽ അല്പം കഞ്ഞിയും കൊണ്ടുവരുന്നത്. ഈ കഞ്ഞി കൊണ്ട് ഓടിയെത്തിയപ്പോ രാധ അത് വാങ്ങിയിട്ട് എന്തായാലും ഇതെങ്കിലും കൊണ്ടുപോകണം, ഒന്നുമില്ല കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, എല്ലാവരും ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ ഞാൻ ഇതെങ്കിലും കൊണ്ടുപോകാന്ന് കരുതി കൊണ്ടുവന്നു. വൃന്ദാവനത്തിൽ ഗോപികമാരൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരുടെ കയ്യിലും ഭക്ഷണമുണ്ട്. പക്ഷേ കണ്ണൻ പുതപ്പിട്ട് മൂടിക്കിടക്കുക. രാധ കൂടി വന്ന് കുറെ സമയം കഴിഞ്ഞപ്പോൾ കണ്ണൻ എഴുന്നേറ്റ് പറഞ്ഞുത്രേ, എനിക്ക് നല്ല പനിയാണ്, ഭക്ഷണമൊന്നും വേണ്ട, കഞ്ഞി ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ രാധ കഞ്ഞി കൊടുത്തു. വലിയ സന്തോഷമായി. അപ്പൊ ഹൈന്ദവ വിശ്വാസപ്രകാരം കണ്ണനോട് രാധ പറഞ്ഞൊരു വാക്കവിടെ പറയുന്നുണ്ട്. ആ കുഞ്ഞിനെ ഒരു പ്രതീകമാക്കി വെച്ചത് അങ്ങ് തന്നെ അല്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാടെന്താ? ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പ്രതിഫലം. അതാണ് അമുസ്ലിങ്ങൾ പോലും വിശ്വസിക്കുന്നത്. ക്രൈസ്തവ ധർമ്മം നോക്കിയാലോ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കലും കുട്ടരോഗികളെ പരിചരിക്കലും ഒക്കെ വലിയ വിഷയമാണ്. അതൊക്കെ നമ്മളിങ്ങനെ വളരെ ഗൗരവത്തോടു കൂടി അവരുടെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ പറ്റും. സേവനം ചെയ്യാം, ആ സേവന പ്രവർത്തനങ്ങൾ അത് അവരുടെ വലിയൊരു ഹോബിയാണ്. അപ്പൊ അത് വിശദീകരിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് മനുഷ്യന്റെ മനസ്സിൽ ചാരിതാർത്ഥ്യം ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി വേണ്ടത് ചെയ്യാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ദീർഘി സംസാരിക്കാൻ പറ്റിയ സമയമല്ല. അതിന് വേണ്ടി മറ്റൊരു വേദിയാക്കാം. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്, കാരണം നേരത്തെ വന്ന ആളുകളാണ്. അതുകൊണ്ട് ഇത് രണ്ട് കാര്യമാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, ഇത് കെട്ടിപ്പൊക്കണം. ഇതിനു വേണ്ടി നിയ്യത്ത് ചെയ്ത് മുന്നോട്ട് വന്ന ആളുകൾക്ക് അല്ലാഹു ഖൈറും ബറക്കത്തും ദീർഘായുസ്സും നൽകട്ടെ. എല്ലാവരും സഹകരിക്കും. ഒരു 34.5 സെന്റല്ലേ പറഞ്ഞു, 32.5 സെന്റ്, 3500 സ്ക്വയർ ഫീറ്റ് ആണെന്നാണ് നേരത്തെ പറഞ്ഞത്. അല്ല, 35,000 സ്ക്വയർ ഫീറ്റ്. ആ 35,000 സ്ക്വയർ ഫീറ്റിന്റെ എല്ലാ ഫിനിഷിംഗ് വർക്കും അടക്കം ഒരു സ്ക്വയർ ഫീറ്റിന് 4,500 രൂപയാണ് ഇവർ കണക്കാക്കിയിട്ടുള്ളത്. 4,500 രൂപ ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ എക്യുപ്മെന്റ്സ് അടക്കമുള്ള കണക്കാണ്. എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ ഫീറ്റ് നമ്മുടെ ഉദാരമതികളായ ആളുകൾക്ക് വീതിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സാധാരണക്കാരന് പോലും ഈ സംഖ്യ പകുത്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇത് മുമ്പ് തുടങ്ങിയ ഇതിനു വേണ്ടി പരിശ്രമിച്ച ആളുകൾക്ക് മരിച്ചുപോയാൽ അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. ഇവിടെ ആശുപത്രി ഉണ്ടാക്കാനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ അവര് നേരത്തെ തുടങ്ങി. ഈ ഏതൊരു കാര്യവും അതിന്റെ ആദ്യത്തിൽ തുടങ്ങുമ്പോൾ അതിന് പ്രത്യേകത ഉണ്ട്. ലാ യസ്തവി മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൽ എന്ന ഖുർആനിൽ ആയത്തുണ്ട്. മക്ക ഫത്ഹാകുന്നതിന്റെ മുമ്പ് ചെലവഴിച്ചവരും യുദ്ധം ചെയ്തവരും ദീനിനെ നിലനിർത്താൻ ചെയ്ത സേവനം ലാ യസ്തവി തുല്യമല്ല മൻ അൻഫഖ മിൻ ബഅദിൽ. മക്ക ഫത്ഹായതിന് ശേഷം ചെയ്തവർക്ക് അത്ര കൂലി കിട്ടൂല. ഉലൈക അഅ്ലമു ദറജ. മക്ക ഫത്ഹാകുന്നതിന്റെ മുമ്പ് സേവനം ചെയ്തവർക്ക് വലിയ പ്രതിഫലം കിട്ടും. ഇതിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒരു സംഗതി തുടക്കത്തിൽ പലർക്കും ആശങ്ക ഉണ്ടാവും, ഇത്രയൊക്കെ നടക്കുമോ, ഇത്ര 35,000 സ്ക്വയർ ഫീറ്റ് ഒക്കെ കൊണ്ടുപോകാൻ കഴിയോ, ഈ സ്ഥലത്ത് ഇത് കെട്ടിപ്പൊക്കാൻ സാധിക്കുമോ എന്നൊക്കെ ശങ്കിക്കുന്ന ആൾക്കാരുണ്ടാവും. നേരെ മറിച്ച് ലെവലായി വന്നു കഴിഞ്ഞാൽ എല്ലാവരും സഹകരിക്കും, അതിന്റെ ഉപകാരം കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ ഇത് സ്ഥാപിതമായതിന്റെ ശേഷം സഹകരിക്കുന്നവർക്കുള്ള പ്രതിഫലമല്ല തുടക്കത്തിൽ സഹകരിക്കുന്നവർ. അത് ഈ ആയത്തിന്റെ തഫ്സീലുണ്ട്. മക്ക ഫത്തഹിന് മുമ്പ് ദീന് കെട്ടിപ്പടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. മക്കത്തൊക്കെ സഹിച്ച അതിന് മക്ക ഫത്തഹിന്റെ ശേഷമുള്ള ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലവും ഇതും തുല്യമല്ല. ആദ്യകാലക്കാർക്ക് ഉലൈക അഅ്ലമു ദറജത്തൻ വലിയ പ്രതിഫലം കിട്ടുന്നു. അങ്ങനെ തന്നെ ഉണ്ടാവുക.
അപ്പൊ അതിന്റെ തഫ്സീലിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒരു സംഗതി തുടങ്ങുമ്പോൾ അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആളുകൾ, ഇനിഷ്യൽ സ്റ്റേജിൽ അതിനുവേണ്ടി അധ്വാനിക്കുന്നത്, ഇപ്പൊ അതൊന്നുമല്ല, മണ്ണാണ്, ഇനി അവിടെ ഒരുപാട് പണി ചെയ്യാൻ. അപ്പൊ അത് യാഥാർത്ഥ്യമാക്കുമെന്ന നിശ്ചയദാർഢ്യതയോടുകൂടി ഇതിന്റെ കൂടെ നിന്ന് അതിനുവേണ്ടി സ്ക്വയർ ഫീറ്റ് കളക്ട് ചെയ്യാനും ഉദാരമതികളെ കണ്ടെത്താനും ഓടി നടന്ന് പരിശ്രമിക്കുന്ന ആളുകൾ ആരാണെങ്കിലും ശരി, അവർക്കായിരിക്കും ഇത് യാഥാർത്ഥ്യമായതിന്റെ ശേഷം അതിനോട് സഹകരിക്കുന്നവർക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ പ്രതിഫലമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു എന്ന് മാത്രമല്ല, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. ജാതി മതഭേദമന്യേ എല്ലാവരും സഹായിക്കും. ഇന്ന് മനുഷ്യന്റെ അവസ്ഥ നോക്കും നിങ്ങൾ. ഒന്ന് നമ്മൾ പ്രഷർ അല്പം ഒന്ന് വേരിയേഷൻ വന്ന് നമ്മളൊന്ന് ബുദ്ധിമുട്ടിയാൽ ഒരു ഭാഗം സ്ട്രോക്ക് എന്നാണ് നമ്മൾ അതിന് പറയാം. ചെറിയ അവയവമായ കിഡ്നി അത് പണിമുടക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്കൊക്കെ വരും, ആർക്കും വരാം, ക്യാൻസർ വരാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ ഹദീസാണ് പഠിക്കേണ്ടത്. സ്വനാഇഉൽ മഅറൂഫി തഖി മസാരിയ സൂ ഹദീസാണ്. നല്ല കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെട്ടാൽ അത്തരം പതനങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷിക്കും. അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ. അത് നിയ്യത്ത് ചെയ്ത് കൊടുക്കണം. അത് നിയ്യത്ത് ചെയ്തു. ഞാനിപ്പോ പിരിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. നിങ്ങളോട് വന്ന് ചോദിക്കാതെ എനിക്കോ എൻ്റെ മക്കൾക്കോ എൻ്റെ സുഹൃത്തുക്കൾക്കോ ഗതി വരരുത് എന്ന നിയ്യത്തോടു കൂടി കൊണ്ടുപോയി കൊടുക്കണം. 1 സ്ക്വയർ ഫീറ്റ് 10 സ്ക്വയർ ഫീറ്റ് ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് നിശ്ചയദാർഢ്യതയോട് നിൽക്കണം. ഇപ്പൊ ഈ ആളുകൾ ഇവരിതിനു വേണ്ടി KMCCയുടെ പ്രവർത്തനം അധ്വാനിക്കുന്നത് സ്വന്തം ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി അവിടെ പോയ ആൾക്കാരാ. അപ്പൊ ആരാണെങ്കിലും പശ്ചിമ ബംഗാളാണെങ്കിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഒരുപാട് സമുദായത്തിലുള്ള ഒരുപാട് ആളുകൾ എനിക്കറിയാം. യാതൊക്കെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് എനിക്കറിയാം. അവർ ചെയ്യുന്ന സേവനങ്ങളെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇതിന് ഇറങ്ങുമ്പോൾ ഒരു സാധുവായ മനുഷ്യന് പോലും ചെയ്യാൻ കഴിയുന്നൊരു പങ്കുണ്ട്. എന്താ? ഒന്നും അയാൾക്ക് കഴിയില്ല, ഒരു പൈസ കയ്യിലില്ല. അയാൾക്ക് പൈസ കയ്യിലില്ല എന്ന് മാത്രമല്ല, അയാൾക്ക് സ്ഥാനമോ പദവിയോ ഒന്നുമില്ല. പക്ഷേ അള്ളാഹു ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല മനുഷ്യൻ, ഒരു സമ്പത്തും സൗകര്യമില്ലാത്ത പാവം തന്റെ അധ്വാനം ഒരു വിഷയത്തിന് വേണ്ടി കൊടുക്കുന്നതിനാണ്. കാരണം എന്താ? പണക്കാരന് തന്റെ കോടിക്കണക്കിന് പണത്തിൽ നിന്ന് അല്പം കൊടുക്കുമ്പോൾ അവന്റെ അത്ര ബുദ്ധിമുട്ട്, അവൻ അധ്വാനിക്കുകയാണ്. ഒരു പക്ഷേ അവന്റെ വീട്ടിലേക്ക് അവൻ ഒരു ദിവസം അധ്വാനിച്ചാലേ വല്ലതും കിട്ടും. അവന്റെ മക്കൾക്ക് ചോറ് കൊടുക്കാൻ അവൻ പാടത്ത് പണിയെടുക്കേണ്ടി വരും. അത് നിർത്തിവെച്ചിട്ട് ഒരു പക്ഷെ അവൻ വരികയാണ്. അത് ഈ സമ്പന്നനേക്കാൾ വിലയുള്ളതാ. അതുകൊണ്ടാണ് ഖൈറുന്നാസ് എന്നവനെ നബി തങ്ങൾ വിളിച്ചത്. ഖൈറുന്നാസ് മുഅ്മിനുൻ ഫഖീർ, ദരിദ്രനായ വിശ്വാസി. യുഅ്തി, അവൻ കൊടുക്കാൻ തയ്യാറാ. ജുഹ്ദഹു, അവന്റെ പരിശ്രമം. നമ്മളൊക്കെ ഈ ഹാളിൽ നിന്ന് വിട്ടുപോയാലും ഈ കസേര മടക്കി വെക്കാൻ അവരോട് ഉണ്ടാവും. നമ്മളൊക്കെ ഇവിടുന്ന് പോയാലും ഇതൊക്കെ റെഡിയാക്കാൻ അവരുണ്ടാവും. നമ്മൾ വരും മുമ്പ് ഇതൊക്കെ സജ്ജമാക്കാൻ അവരുണ്ടായിട്ടുണ്ട്. അവരെ സേവനം കാണൂല. അങ്ങനത്തെ കുറച്ച് നല്ല വോളണ്ടിയർമാർ, അത് ഏത് വോളണ്ടിയർമാരാണെങ്കിലും ശരി, അവരിവിടെ ഉണ്ടാവും. ഹജ്ജിനൊക്കെ പോകുന്ന സമയത്ത് അവർ ചെയ്യുന്ന സേവന പ്രവർത്തനത്തെ കുറിച്ച് അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഹജ്ജിന് പോകുമ്പോൾ അവരെ കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞൊരു അനുഭവം, യുപിക്കാരനായ ഒരു വയസ്സായ മനുഷ്യന്റെ ഭാര്യ വഴിതെറ്റിപ്പോയി. ഇപ്പോഴല്ല, ഇപ്പൊ പിന്നെ ആളുകൾ ഒരുപാടുണ്ട്, സേവകര് കൂടിയപ്പോൾ നിയന്ത്രണങ്ങളും കൂടി. പണ്ട് ഇഷ്ടംപോലെ ആളുകൾക്ക് പോകാം. ആ മനുഷ്യന്റെ ഭാര്യയെ കാണാതായപ്പോ, വയസ്സായ ഭാര്യയെ കാണാതായപ്പോ പൊട്ടിക്കരഞ്ഞു പോയായിരുന്നു. ഞങ്ങളെ തമ്മിൽ തൊട്ടപ്പുറത്താണ് അയാള്. ഞാനിവിടെ ക്ലാസ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ഈ ഹജ്ജിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ ഭാഷ തിരിഞ്ഞ് വന്നിരിക്കും. അങ്ങനെ ഒരു ബന്ധമാണ്. നേരെ വന്നു കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞായിരുന്നു. എന്റെ ഭാര്യയെ കാണാനില്ല, ഞാൻ KMCCക്കാരെ വിളിക്കാന്ന് പറഞ്ഞു. വിളിച്ചു. ബാക്കിയ കുഞ്ഞുമാരടക്കം വന്നിട്ട് ആളുകൾ ഒരുപാട് ആൾ സേവനം ചെയ്യുന്നുണ്ടല്ലോ. മെസ്സേജ് കൊടുത്തു. അവര് ഇവരുടെ നമ്പറൊക്കെ നോക്കി തെരഞ്ഞു പിടിച്ച് ആ ഉമ്മയെ കൊണ്ടുപോയി. ഇയാള് അന്ന് രാത്രി എന്നെ തെരഞ്ഞു വന്ന് വിളിച്ചു കൊടുത്തിട്ട് അയാൾ നന്ദി പറഞ്ഞ എങ്ങനെ അറിയോ? ഖുദാ ഇൻകോ ജറൂർ ജറൂർ ജന്നത്ത് ദേംഗേ എന്ന്. ദൈവം തീർച്ചയായും ഇവർക്ക് സ്വർഗം കൊടുക്കും. അയാൾ പറയണം, അള്ളാഹു ഇവർക്ക് സ്വർഗം കൊടുക്കും. ഈ KMCC അയാൾ പറയാം, KMCC അറിയില്ല. അങ്ങനെയാണ് മനുഷ്യന്മാർ. അതുപോലെ അള്ളാഹു അത്തരം പ്രതിഫലം വാങ്ങുന്ന വിഭാഗത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. കൂട്ടരെ, നമ്മളെ അമല് കൊണ്ടൊന്നും ചിലപ്പോൾ നമ്മൾ സ്വർഗത്ത് പോയിക്കൊള്ളുന്നില്ല. ഇല്ല, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്ത് പോകും. ഇനി അതിന്റെ ഹദീസ് ഞാൻ പോകുന്നില്ല. നമ്മൾ ഇബാദത്ത് കുറെ ചെയ്തു എന്ന് സ്വർഗത്ത് പോയിക്കൊള്ളുന്നില്ല. അതിന്റെ അർത്ഥം ഇബാദത്ത് വേണ്ടെന്നല്ല. നേരെ മറിച്ച് ഇത്തരം ചില പട്ടിക്ക് വെള്ളം കൊടുത്ത പെണ്ണിനെ പെട്ടെന്ന് സ്വർഗത്തിലാക്കിയില്ലേ? അതെന്താ? അള്ളാഹുവിന്റെ ഒരു ജീവിയെ ജീവിപ്പിക്കുക ചെയ്തു. അത് മനസ്സിലാക്കി ഈ സേവന പ്രവർത്തനത്തിന് നിങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നും ഈ സ്ക്വയർ ഫീറ്റ് പൂർത്തീകരിക്കണമെന്നും ഞാൻ നിങ്ങളോട് വളരെ വിനയപൂർവ്വം അപേക്ഷിക്കാം. ഞാൻ പനി ഉണ്ടായിട്ടും ഇതിന് വരാൻ കാരണം അത്രമൊക്കെ വിളിച്ചപ്പോൾ ഇത് അങ്ങനത്തെ ഒരു മേഖലയാണ്. കാരണം ഇവിടെ വന്ന് 2 അക്ഷരം പറഞ്ഞ് നിങ്ങളൊന്ന് ബൂസ്റ്റ് ചെയ്താൽ അതിന്റെ പ്രതിഫലം കിട്ടുന്ന ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. മറ്റൊന്നും ആഗ്രഹിച്ചിട്ടില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സദസ്സിൽ വന്നിരുന്നവർക്കും സംഘടിപ്പിച്ചവർക്കും ഇനി ഇതിന് സംഭാവന കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഒക്കെ നല്ല പ്രതിഫലം പരലോകത്ത് പ്രദാനം ചെയ്യട്ടെ. ഈ ഹാർട്ട് രോഗം, കിഡ്നി രോഗം, ക്യാൻസർ രോഗം പോലുള്ള
പ്രയാസകരമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ.